എന്നെ നിങ്ങളെ വിളിച്ചത് ആരാ? പറ. യേശു. സ്തോത്രം. നമ്മളെ വിളിച്ചതാരാ? ഒരു മനുഷ്യനാണോ? ഇപ്പോൾ ഊതുമ്പോൾ വന്ന് വീണ് ഈ ഭൂമി വിട്ട് വിട പറയുന്ന ഒരു മനുഷ്യനാണോ വിളിച്ചത്? പിന്നെ ഒരു സഭയാണോ? ഒരു ദേശമാണോ? അല്ല. പിന്നെ ആരാ? മരണത്തെ ജയിച്ച, സ്തോത്രം, മരണത്തിൻ്റെ അധികാരിയെ, പിശാചിനെ തകർത്ത് തോൽപ്പിച്ച ഒരാളെ ഉള്ളൂ. ആര്? യേശു. ആ യേശു, സർവവല്ലഭനായ യേശുവാണ് എന്നെ നിങ്ങൾ എന്ത് ചെയ്തത്? വിളിച്ചത്. സ്തോത്രം. നമ്മളെ വിളിച്ചത് ഒരു സാധാരണ ദൈവമല്ല, പിന്നെയോ വലിയവനായ, അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, നിത്യപിതാവായ, സകല ജാതികളെക്കാളും ഏതുമല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും വിളിച്ചത് എൻ്റെ ദൈവമെങ്കിൽ ഹല്ലേലൂയ, ഒരു ചഞ്ചലവും ഇല്ല, ഒരു ചഞ്ചലവും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനാകുന്ന യേശുവിനെ നോക്കുക. വേറെ ആരാ നോക്കിയാലും വീഴും. വേറെ ആരാ നോക്കിയാലും സ്വർഗത്തിൽ പോവാനും പറ്റൂല. വേറെ ആരാ നോക്കിയാലും പാപമില്ലാത്ത മനുഷ്യനെ പലപ്പോഴും നമ്മുടെ സഭയിലായിരുന്നാലും ആരാധനയ്ക്ക് വരുന്നുണ്ട്, വചനം ദൈവത്തിന് മഹത്വം. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നമ്മളെ വിളിച്ചത് ആരാണ്? യേശു ക്രിസ്തുവാണ്. നമ്മൾ മനുഷ്യനിൽ ആശ്രയിച്ചാൽ എന്താണ് സംഭവിക്കുക? പോകും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതൽ ദൈവത്തിൽ നോക്കും. നമ്മുടെ സഭയിൽ അനേകരുടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. സ്വത്രം. ഹല്ലേലൂയ. കർത്താവിൽ നിറഞ്ഞ് കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ഓരോ സെക്കൻഡ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ആ ദൈവകൃപയിൽ ജീവിക്കുന്ന അനേകർ നമ്മുടെ സഭയിലകത്തുണ്ട്. അവർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ വചനം കേട്ട് ആ വചനത്തിൽ നിറഞ്ഞ് എനിക്ക് ആ ക്രിസ്തുവിനായിട്ട് ജീവിക്കണം. അത് പുറത്ത് ആരോടും പറഞ്ഞില്ലെങ്കിലും അകത്തളങ്ങളിൽ രഹസ്യമായി എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ സെക്കൻഡും തങ്ങൾ തന്നെ ത്യജിച്ച് നാളുതോറും തന്നെ ക്രൂശ് എടുത്ത് ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദാഹിക്കുകയും വെമ്പൽ കൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, അതിനുവേണ്ടി ഓടുന്ന അനേകരുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ സ്വത്രം ദൈവവചനത്തെ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എല്ലാ സഭക്കാരെയും നോക്കാനും, ഞാൻ പറഞ്ഞ ഒന്ന് ആശയം മനസ്സിലായി, സഭയിലുള്ള എല്ലാവരെയും നോക്കിയാലും പറ്റത്തില്ല. പിന്നെ പ്രസംഗിക്കുന്ന എല്ലാവരും നല്ല വിശുദ്ധരൊന്നും പ്രസംഗിക്കുന്ന എല്ലാവരും നല്ല വിശുദ്ധരൊന്നും അല്ല. പിന്നെ കർത്താവിൻ്റെ കൃപയാൽ ആ കർത്താവിൻ്റെ ആ വചനത്തിൻ്റെ നിറവിൽ ആ വചനത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ആ ക്രൂശിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് ഞാനല്ല കർത്താവേ, യേശുവാണ്, ഞാൻ ഏതുമല്ല, കഴിഞ്ഞ നാളുകൾ ഞാൻ ഒന്നുമല്ലായിരുന്നു, എന്നെ നേടിയ ദൈവം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികളെയും എൻ്റെ ദൈവം നേടുവാൻ ശക്തനാണ് എന്ന് പറഞ്ഞ് ആരെയും വിധിക്കാതെ തങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിൻ്റെ ക്രൂശിൽ മറഞ്ഞ് ആ രക്തത്തിൻ്റെ മറവിലിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്ത് അപ്പൻ്റെ മഹത്വം മാത്രം നോക്കുന്ന, ക്രിസ്തുവിൻ്റെ ഹിതം മാത്രം നോക്കുന്ന ആ പരിജ്ഞാന തലത്തിൽ ജീവിക്കുന്ന ഹല്ലേലൂയ ദൈവമക്കളുണ്ട്, ദൈവവേലക്കാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരെ പരിജ്ഞാന തലത്തിലാണ് ജീവിക്കുന്നത്. എന്താണ് പരിജ്ഞാന തലം എന്ന് പറഞ്ഞാൽ? യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. സ്തോത്രം. ഇന്നലെ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, എന്താണ് സഭയിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ആ പരിജ്ഞാന തലം? ആത്മീക വർധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരിജ്ഞാനത്തിൻ്റെ തലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്തോത്രം. പരിജ്ഞാനത്തിൻ്റെ തലം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, പരിജ്ഞാനം. ജ്ഞാനം നമ്മൾ പ്രാപിക്കുന്നതാണ്. ജ്ഞാനമാണ് ഈ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ ആ ജ്ഞാനമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതല്ല. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഓരോ പ്രതിസന്ധിയുടെ നടുവിലും ഓരോ വിഷയത്തിൻ്റെ നടുവിലും ഞാനും നിങ്ങളും പോകുമ്പോൾ സ്തോത്രം, അവിടെ യേശു ആണ് നിന്നതെങ്കിൽ യേശു എന്ത് ചെയ്യും? ഇത് യേശുവിൽ നിന്ന് കേട്ട് അതുപോലെ ചെയ്യുന്നതാണ് പരിജ്ഞാനതരം. നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. യേശുവിൻ്റെ കൂടെ നടക്കുന്ന ഒരാൾ എപ്പോഴും യേശുവിൻ്റെ ശബ്ദം കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? എപ്പോഴും കുഞ്ഞ് ഒരമ്മയോട് കൂടെ നടക്കുമ്പോൾ എപ്പോഴും ആ കുഞ്ഞ് ആരുടെ ശബ്ദമാണ് കേൾക്കുന്നത്? അമ്മയുടെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്നത് പോലെ യേശുവിനോട് കൂടെ ഒരാൾ നടക്കാൻ തുടങ്ങിയാൽ, ഓ ജീസസ്, യേശുവിൻ്റെ ശബ്ദം കേട്ട് 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 യേശുവിൻ്റെ കൂടെ നടന്ന് പ്രതികൂലത്തിൽ യേശുവിൻ്റെ കൂടെ, പ്രശ്നത്തിനകത്ത് യേശുവിൻ്റെ കൂടെ, തീക്കകത്ത് യേശുവിൻ്റെ കൂടെ, ഒറ്റപ്പെടലിനകത്ത് യേശുവിൻ്റെ കൂടെ, കണ്ണുനീരിൻ്റെ നടുവിൽ യേശുവിൻ്റെ കൂടെ നടന്ന് വരുമ്പോൾ അവിടെ യേശു എങ്ങനെ പ്രതികരിക്കും, യേശു എങ്ങനെ സംസാരിക്കും, യേശു എങ്ങനെ നടക്കുമെന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളോട് പറഞ്ഞു തരും. ഈ പറയുന്ന ശബ്ദം കേട്ട് അതുപോലെ നമ്മുടെ ശോധനയിൽ ഈ യേശു ആണെങ്കിൽ ഇവിടെ എങ്ങനെയെന്ന് ആ ശബ്ദം കേട്ട് അപ്പോഴപ്പോൾ ആ ശബ്ദം കേട്ട് അതേ പ്രകാരം മുന്നോട്ട് പോകുന്ന പൈതലാണ് പരിജ്ഞാന തലത്തിൽ ജീവിക്കുന്ന പൈതൽ. നിങ്ങൾക്ക് മനസ്സിലായോ? ആ സമയത്ത് വേറെ ആരുടെ ശബ്ദമല്ല കേൾക്കുന്നത്, പിന്നെ ആരുടെ? അത് യേശുവിൻ്റെതാണെന്നും തിരിച്ചറിയാം. പിന്നെ
പിന്നെ ആ ശബ്ദം കേട്ടിട്ട് അതിനെ വിട്ടും മാറുന്നില്ല. അതുപോലെ പോകുന്ന ആ ഒരു തലമാണേ തലം, പരിജ്ഞാനത്തിൻ്റെ തലം. ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഒന്നും ഭാവികളല്ല. എല്ലാവരും ഒന്നും ഭാവികളല്ല സഹോദരങ്ങളെ. സ്തോത്രം. എന്തുകൊണ്ടാണ് ഭാവികളല്ലെന്ന് ഞാൻ പറയാൻ കാരണം, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് ആ യേശുവിൽ മറഞ്ഞിരിക്കുന്ന പൈതലിൽ ജീവിക്കുന്നത് യേശുവാണ്, പിന്നെ അയാളല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെട്ടു? അപ്പോൾ അയാൾ ഭാവിയാണെന്ന് പറയാൻ അയാൾ മരിച്ചില്ലേ? ഇത് വിശ്വാസത്താലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് ദൈവവേലക്കാർ ആ പരിജ്ഞാനത്തിൻ്റെ തലത്തിൽ യേശു എന്ത് പറയും, അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്, ദൈവവേലക്കാരുണ്ട്. അതുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എല്ലാ ദൈവവേലക്കാരെ ശ്രദ്ധിച്ച് നോക്ക് എന്നൊരു വാക്ക് ഈ ബൈബിളിൽ ഇല്ല. കാരണം ഒരുപാട് പേർ കർത്താവിൻ്റെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ, ആലയങ്ങളിൽ വരുന്ന വിശുദ്ധരായ മക്കളുണ്ട്. പക്ഷേ എല്ലാവരും അല്ല താനും. അതുകൊണ്ട് യേശുപ്പച്ചൻ ആൾക്കാരെ നോക്കാനും പറഞ്ഞില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരുപാട് ദൈവവേലക്കാരുണ്ട്. കർത്താവിനോട് കൂടെ സംസാരിച്ച, കർത്താവിൻ്റെ കയ്യൊപ്പ് പ്രാപിച്ച ഒരുപാട് പേരുണ്ട്. അവരെ നോക്കാനും ആര് പറഞ്ഞില്ല? കർത്താവ് പറഞ്ഞോ? ഇല്ല. പിന്നെ ആരെ ശ്രദ്ധിക്കാൻ, ആരെ നോക്കാൻ? ആരെ നോക്കാൻ? യേശുവിനെ മാത്രം. യേശുവിനെ മാത്രം നോക്കാം. വാക്യം ഒന്നുകൂടെ വായിച്ചേ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ആ വാക്യം വായിച്ചേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പൊ യേശുവിനെ മാത്രം നോക്കാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരുപാട്, ഞാൻ അതല്ലേ പറഞ്ഞേ, കർത്താവിൽ ജീവിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭൂമിയുടെ 5 വൻകരകളിലുമുണ്ട്. സ്തോത്രം. ഒരു സഭയ്ക്കകത്ത് മാത്രമല്ല, ഭൂമിയുടെ 5 വൻകരകളിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന, ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. സ്തോത്രം. പ്രവാചകന്മാരുണ്ട്, പ്രവാചകിമാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, ഇടയ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ആ സ്തോത്രം. കർത്താവിൻ്റെ കൃപാവരങ്ങൾ നിറഞ്ഞ് അത്ഭുത രോഗശാന്തി ചെയ്യുന്ന ഒരുപാട് വിശുദ്ധന്മാർ, ഒരുപാട് വിശ്വസ്തന്മാർ. ഒരുപാട് വിശുദ്ധന്മാർ, ഒരുപാട് വിശ്വസ്തതയുള്ളവരും ഭൂമിയിലുണ്ട്. 5 വൻകരകളുണ്ട്, അനേക സഭകളിലുണ്ട്, ഒരുപാട് ദൈവമക്കളും ഉണ്ട്. സ്തോത്രം. അവരൊക്കെ ആ ഒരു വിശ്വസ്തതയിലും വിശുദ്ധിയിലും ജീവിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. കർത്താവിനെ കണ്ടുമുട്ടി, അവർ രക്ഷിക്കപ്പെട്ടു, അവർ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു. ആദ്യം അവരെങ്ങനെയായിരുന്നു? അവരെ കല്ലെറിഞ്ഞായിരുന്നു കൊണ്ടുപോകുന്നത്. എങ്ങനെയായിരുന്നു? കല്ലെറിഞ്ഞ് ജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ കല്ലേറ് കൊണ്ട് നമ്മളെ ഒരു ദിവസം യേശു നമ്മളും കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ സ്തോത്രം, യേശു തൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, ഇനി മേലാൽ നീ പാപം ചെയ്യരുത്. പിന്നെ ഇനി പാപം ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഇനി പാപം ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ് പിന്നെ ആരോടെ നടക്കുന്നത്? യേശുവിൻ കൂടെയുള്ളതിനാ തിരകളിൽ മീതെ ഞാൻ ഓടും, താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാത ചേരും, താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാത ചേരും. ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാവരും അക്കൂട്ടത്തിൽ വന്നവരാണ്. ഏത് കൂട്ടത്തിൽ? പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ വളർന്നവരാണ്. പക്ഷെ ഒരു ദിവസം കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നു, നമ്മളെ തൂക്കിയെടുത്തു, നമ്മളെ ചേർത്ത് പിടിച്ചു, നമ്മളെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി. കർത്താവിനുള്ള ഏറ്റവും വിലപ്പെട്ടതിനെ കർത്താവ് എനിക്ക് വേണ്ടി കൊടുത്തിട്ട് എന്നെ വിലയ്ക്ക് വാങ്ങി യേശു തൻ്റെ മുത്താക്കി കൊണ്ട് നടക്കാൻ തുടങ്ങി. ഇനി ഞാൻ നടക്കേണ്ടതും, ഇനി ഞാൻ സംസാരിക്കേണ്ടതും, ഇനി ഞാൻ ഓടേണ്ടതും, ഇനി ഞാൻ സ്തോത്രം പോകേണ്ടതും, ദൈവത്തിന് സ്തോത്രം, ഇനി ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടതെല്ലാം ആരെ നോക്കിയാ? ഈ കൂടെ നടക്കുന്ന യേശുവിനെ നോക്കി. ഇടത്തുള്ളവരെ നോക്കാനല്ല യേശു പറഞ്ഞത്, വലത്തുള്ളവരെ നോക്കാനല്ല പറഞ്ഞത്. പിന്നെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്ന ആരെ നോക്കാൻ? യേശുവിനെ മാത്രം.
യേശുവിനെ മാത്രം നോക്കി ഞാനും നീയും മുന്നോട്ട് പോകുന്നെങ്കിൽ പ്രതികൂലമില്ലെന്നില്ല, പ്രശ്നമില്ലെന്നില്ല. ഞാൻ പറയാം, പ്രതികൂലങ്ങൾ പൊട്ടും, പ്രശ്നങ്ങൾ പൊട്ടും, പ്രതിസന്ധി പൊട്ടും, ബന്ധനം അഴിയും, ചങ്ങല അഴിയും, ദുഷ്ടമണ്ഡലം തകരും. പാവം നമ്മളെ പ്രേരിപ്പിക്കാൻ വന്നാലും അവ ഉടഞ്ഞു മാറും. കാരണം നമ്മളെ കൂട്ട് പാവത്തോടല്ല, നമ്മുടെ കൂട്ട് ലോകത്തോടല്ല, നമ്മുടെ കൂട്ട് ലോക ഇമ്പങ്ങളോടല്ല, നമ്മളെ കൂട്ട് പ്രാണപ്രിയനാകുന്ന യേശുവിനോടാണ്. ആ കൂട്ട് യേശുവിനോടുള്ളിടത്തോളം കാലം, യേശുവിൻ്റെ കൂടെ നടക്കുന്നിടത്തോളം കാലം പാവമല്ല നമ്മളെ കീഴടക്കുന്നത്. യേശുവിൻ്റെ കൃപ നമ്മളെ കീഴടക്കി ആത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്ത് ഒരു ദൈവ പൈതൽ ജീവിക്കും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അപ്പോൾ കൂടെ നടക്കുന്ന ഒരു പൈതൽ, സ്തോത്രം, കർത്താവിൻ്റെ കൂടെ നടന്ന് ഓരോ ദിവസവും വചനത്തിൽ നിറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ കൂടെ അങ്ങ് നടക്കുമ്പോൾ അവിടെ ഓരോ ഘട്ടഘട്ടമായി കർത്താവ് നമ്മളെ നിറയ്ക്കും. അവിടെ ഒരു പാവിയായിട്ടല്ല നമ്മൾ നിവിക്കേണ്ടത്. സ്തോത്രം, പാവം വരാൻ പാടില്ല, വന്നാൽ പോക്കാണ്. കാരണം ദൈവത്തിന് സ്തോത്രം വേറൊന്നുമല്ല. സ്തോത്രം, കർത്താവിനെ കണ്ടുമുട്ടി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം പാപം ചെയ്താൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എബ്രായർക്ക് ലേഖനത്തിനകത്ത് തന്നെ അതിനകത്ത് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എബ്രായർക്ക് ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 10-ാം അധ്യായം അതിൻ്റെ 26-ാം വചനം മുതൽ വായിക്കുമ്പോൾ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, വായിച്ചേ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്ത. കണ്ടോ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചു. പണ്ട് രക്ഷിക്കപ്പെടും മുമ്പേ, സ്നാനപ്പെടും മുമ്പേ, കർത്താവിൻ്റെ അടുത്ത് വരും മുമ്പേ ഞാൻ എല്ലാ ജീവിതത്തിനകത്ത് പല കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ യേശുവിൻ്റെ അടുക്ക വന്നപ്പോൾ എന്നെ സ്തോത്രം ഒരു കുറ്റവാളിയെ പോലെ ഞാൻ കർത്താവിൻ്റെ അടുത്ത് സ്തോത്രം പാവിയായിട്ട് വന്നൊരു ദിവസമുണ്ട്. അന്ന് യേശു അപ്പച്ചൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകി. പിന്നെ ഞാൻ ആരുടെ കൂടെ നടക്കാൻ തുടങ്ങി? പിന്നെ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാൻ പിന്നെ ആരുടെ കൂടെ നടക്കാൻ തുടങ്ങി? സഹോദരങ്ങളെ, യേശുവിൻ്റെ കൂടെ അങ്ങ് നടക്കാൻ തുടങ്ങിയ ശേഷം പാപം ചെയ്താൽ, ഞാൻ പരിജ്ഞാന തലമെല്ലാം അറിഞ്ഞു, വചനം അറിയാം, സത്യം അറിയാം, യാഥാർത്ഥ്യം അറിയാം, എന്താണെന്ന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ശേഷം ഞാൻ മനഃപൂർവ്വം പാപം ചെയ്താൽ, അടുത്ത വാക്യം വായിച്ചേ, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി. എന്തിനു വേണ്ടി? ന്യായവിധിക്കായി. ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധ അഗ്നിയുമേ ഉള്ളൂ. കണ്ടോ, അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആലയത്തിനകത്ത് ഓരോ ശുശ്രൂഷയ്ക്കകത്തും ഞാൻ എപ്പോഴും വചനത്തിൽ കൂടെ എന്ത് പറയുന്നത്? നമ്മുടെ ജീവിതത്തിനകത്ത് പാപത്തെ ജയിച്ച് ക്രിസ്തുവിൽ മരിച്ചാൽ മാത്രമേ അത് ജയിക്കാൻ പറ്റൂ. അവിടെ ക്രിസ്തുവിൽ മരിച്ചു മറഞ്ഞിരുന്നാൽ നമ്മളല്ല, യേശു ജീവിക്കും. വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. പിന്മാറുന്നുവെങ്കിലോ കർത്താവിൽ അയാളില്ല, കർത്താവിൻ്റെ ഉള്ളത്തിൽ ആരില്ല? ഈ മനുഷ്യനില്ല. പിന്മാറുന്നുവെങ്കിൽ പോക്കാണ്. അപ്പോൾ ഒന്നുകൂടെ ഇപ്പോൾ വായിച്ച വചനം മറക്കരുത്. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഓരോ വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ കൊടുത്ത് ഓരോ പാവത്തോട് പാവം കൂട്ടുകയല്ല, ഓരോ പാവത്തെയും ജയിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, അപ്പച്ച ഞാൻ മരിക്കാൻ ഒരുക്കമാണ്, ആ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് യേശുവിൽ ഞാൻ നിറയട്ടപ്പ, പാപമില്ലാത്തൊരു ജീവിതം നയിക്കാൻ എനിക്ക് അവിടെ നിന്ന് കൃപ തരണേ, ഞാനിതാ മരിക്കാൻ ഒരുക്കമാണ്, അപ്പ യേശുവിനിൽ നിറയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. വായിച്ചേ, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, എല്ലാം അറിയാം, എന്നിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ, ഒറ്റ യാഗവും പാപങ്ങൾക്ക് വേണ്ടി ഒറ്റ യാഗം പോലും ഇല്ല ശേഷിക്കാതെ ന്യായവിധിക്കായി. പിന്നെ എന്തേ ഉള്ളൂ? കണ്ടോ, ന്യായവിധിക്കായി. അടുത്ത് ഭയങ്കരമായൊരു പ്രതീക്ഷയും. കണ്ടോ, ചിന്തിച്ചു നോക്കിയാൽ അപ്പോൾ എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിയാൽ പാപത്തിൻ്റെ ആഴം. നമ്മൾ ദൈവത്തിനെ അറിയും മുമ്പ് നമ്മൾ പല പാവത്തിൽ നമ്മൾ പിടിക്കപ്പെട്ടു, കല്ലെറിഞ്ഞ് കൊണ്ടുവന്നു. പക്ഷെ അവിടെ കർത്താവ് പിതാവിൻ്റെ ശബ്ദം കേൾക്കാൻ കമന്നിരുന്നു. പിതാവ് പറഞ്ഞു, മക്കളെ, നീ മാത്രമേ ഉള്ളടാ വിശുദ്ധൻ, നീ കുറ്റം പറയണ്ട, നീ അവളുടെ പാപത്തെ ക്ഷമിച്ചിട്ട് പറ, ഇനി നീ പാപം ചെയ്യരുതെന്ന്. ഇതാണ് പരിജ്ഞാനതലം. ഞാൻ ഇതുപോലെ എത്തുന്ന സ്ഥലമാണ് പരിജ്ഞാനതലം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശു പറയുന്നത് കേട്ട് അതുപോലെ പറയുന്ന തലം. ഹല്ലേലൂയ. അതാണ് വളർച്ച, വേറെ ഒന്നുമല്ല വളർച്ച. ഞാൻ 5000 പ്രസംഗം പ്രസംഗിച്ചു, വളർച്ചയാണോ? അതല്ല വളർച്ച. 5000 പാട്ട് പഠിച്ചു പാടി, അത് വളർച്ചയാണോ? എന്ന് പറഞ്ഞുകൊണ്ട് പാടില്ലെന്നാണോ? കർത്താവിന് ഉയർത്താൻ കിട്ടുന്ന അവസരം ഒന്നും എന്ത് ചെയ്യില്ലേ?
പാഴകല്ല. അടുത്ത നിമിഷമൊന്നും നമുക്കുള്ളതൊന്നും അല്ല. അവിടെ കാണണം, ഒരുത്തരും നഷ്ടപ്പെട്ടു പോരുത്, ഒരുത്തരും നഷ്ടപ്പെട്ട് പോരുത്. പള്ളി വന്നു, സ്നാനപ്പെട്ടു, ആരാധനയ്ക്കൊക്കെ പങ്കെടുത്തു, തോന്നിയ ദിവസം പോലെ ജീവിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ പോവില്ല. സ്നാനപ്പെട്ടതല്ലേ, പാപം ചെയ്ത് ദൈവം ക്ഷമിക്കൂലേ, എന്താ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവിടെ വചനം പറയുന്നത് എന്തോന്നാ, വായിച്ചേ. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം മുഴുവനും. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ, ഒറ്റ യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. കണ്ടോ, നമ്മൾ കൂടെ നടന്നിട്ട് കുറച്ച് ദൂരം നടന്നു, കുറച്ച് വർഷം യേശുവിൻ്റെ കൂടെ നടന്നു, പിന്നെ അങ്ങ് ദൈവത്തെ വിട്ടു. ബൈബിൾ വായിച്ചു എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പോവുമോ? ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എല്ലാ ദിവസവും 25 അധ്യായം വെച്ച് വായിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ 100 അധ്യായം വെച്ച് വായിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ 10 മണിക്കൂർ വേദപുസ്തകം വായിച്ചെന്ന് വെച്ചോ, അയാൾ സ്വർഗത്തിൽ പോവുമോ? എന്താ പോകത്തെ? നീ വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഒന്നും ആയിട്ടില്ല. ആവോ? യേശു അകത്ത് പറഞ്ഞു, വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോവുമോ? ഞാൻ എണീറ്റ് നിന്നിട്ട് എല്ലാ ദിവസവും അരമണിക്കൂർ പ്രാർത്ഥിക്കും. ഒറ്റ എണ്ണം പ്രാർത്ഥിക്കാതിരിക്കൽ, ഒറ്റ എണ്ണം വചനം വായിക്കാതിരിക്കല്ലേ. പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഒന്നും അവിടെ കാണൂല. പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു അബദ്ധം അനർത്ഥം ഒന്നും പ്രശ്നമൊന്നും വരല്ലേ, എൻ്റെ ഇന്നാളിനെ കാക്കണം, എൻ്റെ ഇന്നാളിനെ കാക്കണം, എൻ്റെ ഇന്നാളിനെ കാക്കണം, എൻ്റെ ഇന്നാൾ, ഇതാണ് പ്രാർത്ഥിച്ചത്. പിന്നെ ചീത്ത വിളിച്ചതും പ്രാർത്ഥിച്ചു, കള്ളം പറഞ്ഞതും പ്രാർത്ഥിച്ചു, മോഷ്ടിച്ചതും പ്രാർത്ഥിച്ചു, ബഹളം ഉണ്ടാക്കിയതും പ്രാർത്ഥിച്ചു, അടികൂടിയതും പ്രാർത്ഥിച്ചു, പിന്നെ കള്ളത്തനം പറഞ്ഞതും പ്രാർത്ഥിച്ചു, മോശമായിട്ട് സംസാരിച്ചു, എല്ലാം പ്രാർത്ഥിച്ചു. എത്ര ദിവസം ദൈവം ക്ഷമിക്കും? പോക്കേസ് തന്നെ. സ്വത്രം യേശുപ്പൻ്റെ കൂടെ, ഞാൻ പറയാം, യേശുപ്പൻ്റെ കൂടെ നടന്നാൽ അറുത്തു മാറ്റിയാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? കഷ്ടതയോ, സങ്കടമോ, ബുദ്ധിമുട്ടോ, ആപത്തോ? ലേഖനത്തിനകത്ത് 8-ാം അധ്യായത്തിനകത്ത് ആ വാക്യം കൊണ്ട് എടുക്കാമോ? വായിച്ചിട്ട് നമുക്ക് പോകാം അങ്ങോട്ട്. റോമർക്ക് ലേഖനം അതിൻ്റെ 8-ാം അധ്യായം സ്വത്രം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് സ്വത്രം. റോമർ 8:35 വായിച്ചേ. 35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാണ് കഷ്ടതയോ, സങ്കടമോ? ആരെ വേർപിരിക്കുന്നത്? തൊട്ട് മുകളിലുണ്ട്. എന്തിനു വേണ്ടി? 28 മുതൽ വായിച്ചേ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ശാലിനെ ദൈവം സ്നേഹിക്കുന്നെങ്കിൽ, അടുത്ത നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, എന്നെ നിർണയപ്രകാരം വിളിച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത വരി, നന്മയ്ക്കായി എന്റെ ജീവിതത്തിനകത്ത് ശോധനകൾ വരും, ഭാരങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. പക്ഷേ ശാലിനി, അത് വെറുതെ അല്ല, നിന്റെ നന്മയ്ക്കായിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ച വരി, ഇപ്പൊ വായിച്ച് നിർത്തിയ വാക്ക്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അടുത്ത വരി, അവൻ മുന്നറിഞ്ഞവരെ, അപ്പൊ എന്നെ മുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുന്നറിഞ്ഞവരെ, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ഞാൻ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുന്നേ എന്ത് ചെയ്തു? പണ്ട് എന്ത് ചെയ്തു? എന്നെ അവിടെ നിയമിച്ചു വെച്ചു. എന്നെ ദൈവം നിയമിച്ചു വെച്ചു. ഞാൻ ഇപ്പൊ കൂടെ നടക്കുകയാണ്. എങ്ങനെ? കർത്താവിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പന്റെ ശബ്ദം കേൾക്കുന്നു, കർത്താവെ എന്ന് വിളിക്കുന്നു, കർത്താവിന്റെ കൂടെ ചേർന്ന് എന്ത് ചെയ്തു? പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരി വായിച്ചേ. മുൻനിയമിച്ചവരെ വിളിച്ചവരെന്ത് ചെയ്യും? യേശുക്രിസ്തുവിന്റെ നീതിയാൽ നീതീകരിക്കും. ആ രക്തത്താൽ, ആ ആത്മാവിനാൽ, ആ വചനത്താൽ, യേശുക്രിസ്തുവിലുള്ള നീതിയാൽ, കർത്താവിന്റെ നീതിയാൽ എന്നെയും കൂടെ എന്ത് ചെയ്യും? നീതീകരിച്ചും. അടുത്ത നീതീകരിച്ചവരെ. അടുത്ത വാക്യം. ഏത് സംബന്ധിച്ച്? എന്നെ യേശുവിനെ പോലെ ആക്കി സ്വർഗത്തിലെത്തിച്ച് യേശുവിന്റെ സഹോദരനാക്കി ഇവിടെ നിർത്തുന്ന ആ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കൃപ തന്ന് എന്നെ യേശുവിനെ പോലെ, വേറെ ഒന്നുമല്ല എൻ്റെ അർത്ഥം, യേശുവിനെ പോലെ കൂടെ നടക്കുന്ന പൈതലിനെ പറ്റൂ. യേശുവിനെ പോലെ ആക്കുന്ന വിഷയത്തിൽ ഈ ലോകത്തിൽ ആരൊക്കെ വന്നാലും, ഏത് പാപശക്തി വന്നാലും, ഏത് അന്ധകാര ശക്തി വന്നാലും, ഏത് ഇരുട്ട് വന്നാലും കഴിയത്തില്ല. കാരണം എൻ്റെ ദൈവമാണ് എന്നെ വിളിച്ചതും ഇറക്കിയതും നടത്തുന്നത്. ആരാ? പറ.
യേശുവാണ്. പിന്നെ മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ നടക്കുന്ന ഇപ്പൊ ആരോടെയാ? പറ. യേശുവിന്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ആ വാക്യം വായിച്ചേ, ഇപ്പൊ വായിച്ച വരി. ഇത് സംബന്ധിച്ച്, ഏത് സംബന്ധിച്ച്? എന്നെ യേശുവിനെ പോലെ ആക്കി അവിടെ കൊണ്ടുപോകുന്ന ആ കാര്യം സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ എന്നെ അവിടെ യേശുവിനെ പോലെ ആക്കി കൊണ്ടുപോകാൻ ശാലിനി നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് അനുകൂലമാണ്. എത്രക്ക് മനസ്സിലായി? ആരെ പോലെ ആക്കി കൊണ്ടുപോകാൻ? അപ്പൻ്റെ കൂടെ ഈ ഭൂമിയിൽ സഞ്ചരിപ്പിച്ച് പോകുന്ന വഴിക്ക് വരുന്ന വഴിക്ക് കൂടെ നടന്ന് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളുടെ നടുവിൽ മക്കളെ ഇങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് ആത്മാവിനനുസരിപ്പിച്ച് തന്നെ ത്യജിപ്പിച്ച് നാളെത്തോറും ക്രൂശ് എടുപ്പിച്ച് പ്രതികൂലത്തിന് നടുവിലും പ്രശ്നത്തിന് നടുവിലും മക്കളെ പാറപ്പെടണ്ട, പ്രതികൂലം കണ്ട് നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, എന്നെ മാത്രം നീ ശ്രദ്ധിച്ചു നോക്ക്, എന്നെ മാത്രം നോക്കിയാൽ മതി. ഹല്ലേലൂയ. നീ എന്നെ മാത്രം നോക്ക്, ഞാൻ എങ്ങനെയായിരുന്നു മാത്രം നീ നോക്ക്, എന്നെ മാത്രം നോക്കി എൻ്റെ കൂടെ നടോ. എൻ്റെ കർത്താവേ, മോളെ, എൻ്റെ കൂടെ നടക്കുന്ന മോളെ, മോനെ, നിനക്കെതിരെ ഒരു വലിയ സൈന്യം ഉണ്ടെങ്കിലും നീ പേടിക്കണ്ട കേട്ടോ, നീ പേടിക്കല്ലേ. കാരണം ഞാൻ നിനക്ക് അനുകൂലം. ആരും നിനക്ക് അനുകൂലമാകണ്ട. യേശു ഉണ്ടോ? എത്രയൊക്കെ മനസ്സിലായി? നിന്റെ വീട്ടുകാർ നിനക്ക് അനുകൂലമാകണ്ട, നിന്റെ നാട്ടുകാർ നിനക്ക് അനുകൂലമാകണ്ട, നിന്റെ ദേശത്തിലുള്ളവർ നിനക്ക് അനുകൂലമായില്ലെങ്കിൽ നീ പേടിക്കണ്ട. എൻ്റെ ദൈവം അനുകൂലമാണോ? എൻ്റെ ദൈവം അനുകൂലമാണോ? എൻ്റെ ദൈവം അനുകൂലമാണോ? എന്നാ നീ പേടിക്കണ്ട. ദൈവം അനുകൂലമാണെങ്കിൽ നീ ഒരു കാരണവശാലും എത്രവർക്ക് മനസ്സിലായി? ആരെ പോലെ ആക്കാൻ? പറ. ആരെ പോലെ ആക്കാൻ? എൻ്റെ യേശുവിനെ പോലെ എന്നെ ഓരോ സെക്കൻഡും നിറയ്ക്കാൻ. ലോകത്തിലുള്ള ആരോ എന്തോ പറയട്ടെ, നാട്ടുകാരെന്തോ പറയട്ടെ, വീട്ടുകാരെന്തോ പറയട്ടെ, ബന്ധുക്കൾ എന്തോ പറയട്ടെ, ആൾക്കാരെന്തോ പറയട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ദൈവം എന്നെ അതുപോലെ ആക്കി അവിടെ കൊണ്ടെത്തിക്കുക. എൻ്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് അനുകൂലമായിട്ട് ഉണ്ട്. ആർക്കാണ് ദൈവം അനുകൂലമായിട്ടുള്ളത്? പറ. ആർക്കാ ഉള്ളത്? കൂടെ നടക്കുന്ന പിള്ളയ്ക്ക് അനുകൂലമായിട്ട്. ആർക്കാ? എല്ലാ പാവം ചെയ്യുന്നവർക്കാണോ? രാവിലെ ആകുമ്പോൾ എല്ലാ പാവം ചെയ്തിട്ട് കർത്താവേ ഞാൻ ഇത് 5 പത്തിയെയും വായിച്ചു അപ്പാ, കർത്താവേ ഞാൻ 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടിയാണോ? അവരാണോ? അനുകൂലം ആരുടെ കൂടെ? അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കല്ലേ. എല്ലാവരും പ്രാർത്ഥിച്ചോളണം, എല്ലാവരും വചനം വായിച്ചോളണം. പാപത്തെ ഞാൻ നിങ്ങൾ വിട്ട് തിരിഞ്ഞോളണം, ഇല്ലെങ്കിൽ ഒരു രക്ഷയും ഇല്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, ശാലിനി നീ എൻ്റെ കൂടെ നടക്ക, നീ ആരെ നോക്കണ്ട, നീ എന്നെ മാത്രം നോക്ക. നിനക്ക് കൂടെ നടക്കാൻ ഒരാളെ ഉള്ളു വിശ്വസ്തൻ. പറ. എനിക്ക് കൂടെ നടക്കാൻ, എനിക്ക് എപ്പോഴും കാണാൻ, എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ, എനിക്ക് എപ്പോഴും നോക്കാൻ പാപമില്ലാത്ത ഒരാളെ ഉള്ളൂ. അതെന്റെ യേശു അപ്പൻ. ഞാൻ നടക്കുന്നത്, പോകുന്നത്, സഞ്ചരിക്കുന്നത് എൻ്റെ യേശുവിൻ്റെ കൂടെ. ജീസസ്, ഹല്ലേലൂയ. അപ്പച്ചൻ പറയുന്നു, ശാലിനി ഞാൻ നിനക്ക് അനുകൂലം കേട്ടോ. തീയുണ്ട്, ശോധനയുണ്ട്, കത്തിക്കുന്ന വിറകുണ്ട്, ആൾക്കാർ വെട്ടിക്കീറി ഓരോ ദിവസവും നിന്റെ മുമ്പിൽ വെട്ടിക്കീറി വെക്കല്ലേ. ശോധനയ്ക്കകത്തെ തണുപ്പിക്കേണ്ടത് പോലും വിറക് നല്ല രീതിയിൽ വെട്ടി നല്ല കഷ്ണം എടുത്ത് ആ തീച്ചുളക്കകത്ത് വെച്ച് ഓരോ ദിവസവും ഓരോ സെക്കൻഡും നീ ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് നീ കരുതിയവരും വലിയ വൻ വൃക്ഷം പോലെ നീ വീട് കിടക്കുന്ന മരത്തെ വെട്ടിക്കീറി വലിയ പീസുകളാക്കി നിന്ന് കത്തത്തക്ക രീതിയിലുള്ള തടി പീസുകളാക്കി അടുപ്പിൽ വെച്ച് ആളി കത്തിക്കുന്ന പോലെ നിന്നെ പല രീതിയിലും കത്തിക്കുകയല്ലേ. കത്തിക്കുമ്പോഴും നീ പേടിക്കണ്ട മക്കളെ, ഞാൻ നിനക്ക് അനുകൂലം തന്നെയാണ്. നിനക്ക് എത്രയൊക്കെ മനസ്സിലായി? എൻ്റെ കൂടെ നടക്കുന്ന പിള്ളേ, മക്കളെ, മോളെ, ഞാൻ നിനക്ക് അനുകൂലമാ. പാപത്തെ ജയിച്ച് ഓരോ സെക്കൻഡ് എന്നെ നോക്കി നടക്കുന്ന മക്കളെ, ആര് നിനക്ക് അനുകൂലമായില്ലെങ്കിലും എല്ലാവരും നിന്നെ എതിർത്ത് നിന്നാലും, പക്ഷെ ഞാൻ നിനക്ക് അനുകൂലം. മക്കളെ പേടിക്കണ്ട, ദൈവം എനിക്ക് അനുകൂലം. ദൈവം എനിക്ക് ആക്കനുകൂലം. പറ, തെറ്റിപ്പോരുത്. ആക്കനുകൂലം എല്ലാം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളിനാണോ? ആർക്ക്? ഓരോ ദിവസവും തങ്ങളെ തന്നെ ത്യജിച്ച് യേശുവിൻ്റെ കൂടെ നടക്കുന്ന പൈതലിന് എൻ്റെ ദൈവം അനുകൂലം തന്നെ. ജീസസ്, ദൈവം അനുകൂലം. അടുത്ത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. എനിക്ക് പ്രതികൂലം. അടുത്ത വരി, സ്വന്തം പുത്രനെ ആദരിക്കാതെ. സ്വന്തം പുത്രൻ. എനിക്ക് പ്രതികൂലമായിട്ട് ആരുമില്ല. പ്രതികൂലമായിട്ട് ആരെല്ലാം വിറക് വെട്ടി കീറി വെച്ചാലും ആ തീക്കകത്തും ആരിറങ്ങും? യേശു. പേടിക്കല്ലേ.
ആ തീക്കകത്ത് മരിക്കേണ്ടി വന്നാലും എത്ര പേരെടുക്കുന്നുണ്ട്? ചിലപ്പോൾ ഈ തീക്കകത്ത് നിന്നെ പലരും കൊന്നെന്ന് വരും. സ്വർഗത്തിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൽ വെച്ച് എന്ത് ചെയ്യാം? കാണാം. പേടിക്കല്ലേ, ഉറപ്പാ നീ സ്വർഗത്തിലെത്തും. നീ സ്വർഗത്തിലെത്തും, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ. ചിലപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ വിറക് കെട്ടി കീറി രാവും പകലും ഒരേ കണക്കിന് നിന്നെ ഊതി കത്തിച്ച് ആളി കത്തിച്ച് 1 വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് പോകേണ്ട നിന്നെ ചിലപ്പം ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ പകലുകൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് കത്തിച്ച് കരിച്ച് ഭസ്മമാക്കുക. പക്ഷെ നിന്നെ ഭസ്മമാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ട്. നിന്റെ ബോഡിയെ തകർത്താലും ആത്മാവിന്റെ മേൽ അധികാരമുള്ള ഒരു ദൈവം പറയും, മക്കളെ ഞാൻ നിനക്ക് അനുകൂലമാ. നിന്റെ ഹൃദയം ഞാൻ അറിയുന്നു, നിന്റെ മനസ്സറിയുന്നു, നിന്റെ അവസ്ഥയും നിന്റെ സാഹചര്യവും നിന്റെ സാധ്യതയും നിന്റെ എല്ലാ തീച്ചൂടകളും ഞാൻ അറിയുന്നു. ഓ എന്റെ കൂടെ നടക്കുന്ന മകനെ, മകളെ, ഞാൻ നിനക്ക് അനുകൂലമാണ്. എങ്കിൽ പ്രതികൂലമായവനാർ ആരൊക്കെ നിന്നെ എതിർത്ത് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ തകർക്കാൻ നോക്കിയാലും നീ പേടിക്കണ്ട. എന്നാലും ഈ ഭൂമി വിട്ട് പോയേ തീരൂ. സ്വർഗത്തിൽ തന്നെ അവിടെ വെച്ച് കാണാം. എന്നായാലും ഈ ഭൂമി വിട്ട് പോയേ തീരൂ, അവിടെ വെച്ച് കാണാം. എന്നാലും യേശുവിന്റെ കൂടെയുള്ള യാത്ര, അപ്പന്റെ കൂടെയുള്ള യാത്രയ്ക്ക് ഒരു മുടക്കവും ഭംഗവും വരല്ലേ. യാത്രയ്ക്ക് ഉള്ള മുടക്കം അവിടെ വരല്ലേ, മുടക്കം വരല്ലേ. അടുത്തവര് വായിച്ചേ, ദൈവം എനിക്ക് അനുകൂലം. അടുത്തവര്, എങ്കിൽ നമുക്ക് പ്രതികൂലമാർ, എങ്കിൽ എനിക്ക് പ്രതികൂലമായിട്ടുള്ളവനാർ. അടുത്ത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, പിതാവാകുന്ന ദൈവം പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ സകലവും നമുക്ക്, ആ യേശുവിനോടുകൂടെ എനിക്ക് എന്തൊക്കെ കൃപകൾ വേണോ, വരങ്ങൾ വേണോ, അഭിഷേകം വേണോ, ക്രിസ്തുവിനെ പോലാക്കാൻ എനിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്ന്, അതെല്ലാം നിറച്ച്, ആത്മാവിനാൽ നിറച്ച്, പാപത്തെ ജയിപ്പിച്ച്, കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയിട്ട് ഓരോ നിമിഷവും ആ നിഴലിൽ തണലിൽ, ആ സാന്നിധ്യത്തിനകത്ത്, ആ കൃപയ്ക്കകത്ത്, ആ കൈക്കകത്ത് പൊതിഞ്ഞ് ശത്രു തൊടാതെ, ഓരോ പാവം വരുമ്പോൾ അതിനകത്ത് വീഴാതെ അന്ത്യം വരെ നടത്താ ഈ ദൈവ വിശ്വാസ മക്കളുടെ മേൽ ഒരു ആത്മാവിന്റെ പകർച്ച. അതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനാകുന്ന യേശുവിനെ നോക്ക്, യേശുവിനെ മാത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നീ നോക്കേണ്ടത് യേശുവിനെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നവൻ യേശുവിനെ പോലെ എന്നെ നിങ്ങളാക്കി സ്വർഗത്തിൽ എത്തിക്കാതിരിക്കുമോ? പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം, ഭാരങ്ങൾ ഉണ്ടായിരിക്കാം. ജീസസ്, എന്നാൽ അവയുടെ നടുവിലും നീ ഒറ്റയ്ക്കല്ല പൈതലേ, നിന്റെ കൂടെ ഒരുവനുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരും, തത്വത്തിൽ മുദ്രയായവനും, ഇരുന്നവനും ഇരിക്കുന്നവനും, മാറത്ത് പൊൻകച്ച കെട്ടിയവന്, 7 നിലവിളക്കിന്റെ നടുവിൽ നടക്കുന്നവന്, നിലയങ്കി ധരിച്ചവന്, നിനക്ക് വേണ്ടി പുത്രനെ തന്ന സർവശക്തനാകുന്ന ദൈവം നിന്റെ കൂടെ ഉണ്ട്. നീ തളർന്നു പോകല്ലേ, നീ വീണ് പോകല്ലേ, നീ ഭാരപ്പെട്ടു പോകല്ലേ. നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, ആത്മാവിനാൽ നിറയ്ക്കുന്ന, നിന്നെ ഉള്ളതുപോലെ അറിയുന്ന, നിന്റെ സകലത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിക്കുമ്പോൾ എഴുതിക്കുന്നത് വായിച്ചേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. ആരോടുകൂടെ? യേശുവിനോട് കൂടെ സകലവും നമുക്ക് എന്തെന്നാ സകലം? സകലത്തിൻ്റെ വാക്കിൻ്റെ അടിയിൽ നമ്മൾ അനേകം ബൈബിളിൽ വരയിട്ടിരിപ്പുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. വരയിട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സകലം നൽകാതിരിക്കുമോ? ആ സകലത്തിൻ്റെ അർത്ഥം എന്താ? യേശുവിനെ പോലെ ആക്കുന്ന എല്ലാ കൃപാവരവും ഞാൻ നിനക്ക് യേശുവിനെ പോലെ ആക്കുന്ന, വേറെ ഒന്നുമല്ല. യേശുവിനെ പോലെ ആക്കുന്ന എല്ലാ വരങ്ങളും ഞാൻ നിനക്ക് തരാതെ ഇരിക്കുമോ? അടുത്ത വരി. ദൈവം തിരഞ്ഞെടുത്തവരെ നോക്കിക്കേ, യേശുവിനെ പോലെ ആകാൻ എന്നെ തിരഞ്ഞെടുത്തത് മനുഷ്യനല്ലെന്ന് കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചപ്പോ ഒരു മനുഷ്യനെ നോക്കിയിട്ടല്ലെന്ന് ഏൽപ്പിച്ചത്. നിന്നെ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ശ്വാസം പോകും വരെ, അന്ത്യം വരെ നടത്താൻ ദൈവം ശക്തിയുള്ളവൻ തന്നെയാ. ആമേൻ. വഴി വിട്ടിട്ട് പോകുന്നവനല്ല എൻ്റെ ദൈവം. നീ മനുഷ്യനിൽ ആശ്രയിച്ചാൽ മനുഷ്യൻ നിന്നെ വഴി വിട്ടിട്ട് പോകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്നെ വഴി വിട്ടിട്ട് പോകത്തില്ല. അഥവാ വീണ് പോയാലും നിലം പരിചാകാൻ വിടാതെ കൈകളിൽ താങ്ങി എഴുന്നേൽപ്പിച്ച് അഭിഷേകത്തിന്റെ ശക്തി തന്ന് ഓരോ സെക്കൻഡ് കണ്ണീരൊപ്പി
പൊട്ടുന്ന ഹൃദയത്തിൻ്റെ അകത്ത് ആശ്വാസത്തിൻ്റെ തരികൾ പകർന്ന് ചേർത്ത് പിടിച്ച് കണ്ണീര് തുടച്ച് ഏതൊക്കെ ഭാഗത്തൂടെ കൊണ്ടുപോയിട്ടാണ് അപ്പൻ്റെ അടുത്ത് യേശുവിനെ പോലെ ആക്കി കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതുപോലെ കൊണ്ടെത്തിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ നോട്ടവും എൻ്റെ ശ്രദ്ധയും എൻ്റെ ഓട്ടവും എൻ്റെ അധ്വാനവും എൻ്റെ യാത്രയും ലോകത്തെ നോക്കിയല്ല, മനുഷ്യനെ നോക്കിയല്ല. നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പ്രാർത്ഥന മനുഷ്യനെ നോക്കിയല്ല, യേശുവിനെ നോക്കി. നിന്നെ സഹായിക്കുന്നത് പറയുന്നവര് വഴിയിൽ നിന്ന് മാറി അങ്ങ് പോകും കേട്ടോ. പക്ഷെ മാറിപ്പോകാത്തൊരു കരമുണ്ടെങ്കിൽ നിന്റെ കൂടെ നിൽക്കാം, കൂടെ നിൽക്കാം, കൂടെ ഇരിക്കാം, ഞാനുണ്ട് എന്നൊക്കെ പറയുന്ന എല്ലാവരും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമ്പോഴും ഒറ്റയ്ക്കാക്കാത്ത ഒരു നാഥൻ, ജീസസ് ജീസസ്, ഓഹോ, ചങ്ക് പിളർന്ന് പങ്കാളയാക്കിയ ഒരു നാഥൻ. ആരെങ്കിലും എല്ലാവരും കൂടെ നിൽക്കാം, ഞാനുണ്ട് നിന്നെ നോക്കാൻ എന്നൊക്കെ മോഹന വാഗ്ദാനം തരും. അവരുടെ വാഗ്ദാനത്തിന് പരിധിയും കാലാവധിയുമുണ്ട്, അതിരുണ്ട്. പക്ഷേ അതിരില്ലാത്ത വാഗ്ദാനം എന്ന് യേശു പറയും, മക്കളെ ഇല്ല, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വാഗ്ദാനം മാറില്ല. ഹല്ലേലൂയ. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കിനോടു ചേർത്തു വച്ചവനേ, മുൻപേ നടന്ന അൻപാൽ നിറച്ച് ഉള്ളം കൈയിൽ എന്നെ താങ്ങിയോനേ, എൻ്റെ നെഞ്ചിനിടിപ്പ് യേശു, എൻ്റെ ഉള്ളിലെ പാട്ട് യേശു, എൻ്റെ പ്രാണനും പ്രേമവും യേശു. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. തള്ള പോലും എന്നെ തള്ളിയാൽ താതൻ്റെ കൈ എന്നെ തള്ളുകില്ല. ഉള്ളം കാരൻ കോരിയിട്ട് നല്ല സ്നേഹിതനം യേശുനാഥൻ, എൻ്റെ നെഞ്ചിനിടിപ്പ് യേശു, എൻ്റെ ഉള്ളിലെ പാട്ട് യേശു, എൻ്റെ പ്രാണൻ പ്രേമവും യേശു. യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, ഡാഡി മാത്രം, ഡാഡി മാത്രം. ഹല്ലേലൂയ. യേശു എനിക്ക് അനുകൂലമെങ്കിൽ, യേശു എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ എന്നെ കുറ്റം വിധിക്കാൻ ആര്? അപ്പൻ്റെ കൂടെ നടക്കുന്ന പൈതലിനെ കുറിച്ചാണ് പറയുന്നേ. നീ യേശുവിൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, പറയും മോളെ, മോനെ, നിന്നെ തിരഞ്ഞെടുത്തതേ മനുഷ്യനല്ല കേട്ടോ, ഞാനാ. നിന്നെ ആർക്ക് കുറ്റം വിധിക്കാൻ പറ്റും? നിന്നെ തിരഞ്ഞെടുത്ത ആരാ? ദൈവം. നിന്നെ തിരഞ്ഞെടുത്ത ആരാ? മനുഷ്യനല്ലെന്ന്, ദൈവം. അടുത്ത വരി. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? അടുത്ത്, നീതീകരിക്കുന്നവൻ ദൈവം. ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ എന്നെ കുറ്റം വിധിക്കാൻ ആർക്കും പറ്റത്തില്ല. നീതീകരിക്കുന്നവൻ ദൈവം. അടുത്ത വരി. ശിക്ഷ വിധിക്കുന്നവൻ ആർ? അടുത്ത വരി. ക്രിസ്തു യേശു മരിച്ചവൻ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഉയർത്തെഴുന്നേറ്റവനെ ഞാൻ നോക്കുന്നത്. ആരെയാ? ഉയർത്തെഴുന്നേറ്റ എൻ്റെ അപ്പനെ. ആമേൻ. എനിക്ക് മാതൃകയുള്ളൊരപ്പനുണ്ട്, എനിക്ക് നോക്കാനൊരപ്പനുണ്ട്. തളർന്നു പോകാത്ത കൈയുള്ള, വഴിയിൽ ഉപേക്ഷിക്കാത്ത മനസ്സുള്ള, ഹൃദയമുള്ള, എൻ്റെ ജീവിതത്തിൽ അഥവാ തളർന്നു പോകുന്ന സമയത്തും ഇറങ്ങി വന്ന് താങ്ങുന്ന, ധൈര്യപ്പെടുത്തുന്ന, പതറിപ്പോകേണ്ട സ്ഥാനത്ത് ഹൃദയം പൊട്ടുമ്പോൾ, തകർന്നു പോകുമ്പോൾ, ദൈവമേ
ഇതെന്തപ്പാ എന്ന് ചങ്കിടിക്കുമ്പോൾ ഹാർട്ടിളകി തെറിക്കുകയാണോ എന്ന് പോലും തോന്നത്തക്ക നിലവാരത്തിൽ ഹൃദയം വിങ്ങി പൊട്ടുമ്പോഴും യേശുപ്പം പറയും, മോനെ ഞാൻ നിനക്ക് അനുകൂലമായിട്ട് ഉണ്ട് കേട്ടോ മക്കളെ. ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിന്നെ കുറ്റം വിധിക്കുന്നത് ആർ? ഞാനല്ലയോ നിന്നെ നീതീകരിക്കുന്നത്? പിന്നെ ആർക്ക് കുറ്റം വിധിക്കാൻ പറ്റും? അടുത്ത വരി വായിച്ചേ. ക്രിസ്തു യേശു അപ്പൻ മരിച്ചവൻ. അടുത്ത വരി. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അടുത്ത് അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പറ. ഇപ്പൊ എവിടെ ഇരിക്കുക? സ്വർഗത്തിൽ. ആരുടെ അടുക്കൽ? ആരിരിക്കുന്നു? എന്തിന്? ഞാൻ ഇവിടെ നിന്ന് അങ്ങ് എത്തും വരെ എന്നെ യേശുവിനെ പോലെ ആക്കാൻ പക്ഷപാതം ചെയ്ത് എൻ്റെ കർത്താവ് ആരടുക്കലിരിക്കുന്നു? എനിക്ക് വേണ്ടി പറഞ്ഞ് എൻ്റെ കർത്താവ് എവിടെ ഇരിക്കുന്നു? സ്വർഗത്തിലിരിക്കുക. അടുത്ത വരി വായിച്ചേ. നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അടുത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. അങ്ങനെയുള്ള ഈ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? എന്നെ നന്നായിട്ടുണ്ട് കേട്ടോ. എന്നെ വേർപിരിക്കുന്നത് ആർ? കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? ആർക്കും എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ നോക്കുന്നത് മനുഷ്യനല്ല, അപ്പനെ. ഞാൻ സ്നേഹിക്കുന്നത് മനുഷ്യനല്ല, അപ്പനെ. ഞാൻ നടക്കുന്നത് മനുഷ്യൻ്റെ കൂടെ അല്ല, അപ്പനെ. ഞാൻ നോക്കുന്നത് പള്ളിയല്ല, അപ്പനെ. ഞാൻ നോക്കുന്നത് പള്ളിയേക്കാൾ വലിയവനെ. ഞാൻ നോക്കുന്നത് മനുഷ്യനേക്കാൾ. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി എന്നെനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ നിങ്ങളുടെ നോട്ടം എവിടെയാണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെങ്കിലും വേർതിരിക്കാൻ പറ്റുമോ? മനുഷ്യനെ നീ നോക്കിയാ നിന്നെ വേർതിരിക്കും, നീ വീഴും, നീ അടഞ്ഞു തിരിക്കും. പക്ഷെ നീ ദൈവത്തെ നോക്കിയാ നീ അലയത്തില്ല, നീ തളരത്തില്ല, നീ വീഴത്തില്ല, നീ നഷ്ടപ്പെട്ടു പോകത്തില്ല, നീ നശിക്കത്തില്ല. നിന്നാരെല്ലാം നിരുത്സാഹപ്പെടുത്താൻ നോക്കിയാലും, നിന്നാരെല്ലാം പകുതി വഴിക്ക് വെച്ച് അതിനെ കട്ട് ചെയ്ത് കളയാൻ നോക്കിയാലും, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, ദൈവം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ, ദൈവം നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ പോലെ ആക്കി ഒരുക്കി അവിടെ എത്തിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തീർന്നില്ല. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മണവാട്ടിയേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കാൻ ആർക്ക് പറ്റുമില്ല. വായിച്ച അടുത്ത വാക്ക്. നോക്കിയേ, കഷ്ടതയില്ലെന്നല്ല, എനിക്ക് നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടതയുണ്ട്. കഷ്ടതേ നിനക്കെന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. വീട്ടിനകത്ത്, പുറത്ത്, ജീവിതത്തിൻ്റെ മേഖലക്കകത്ത് ഒരു പ്രതികൂലവും പ്രശ്നവും കഷ്ടതയും വന്നെന്ന് കരുതി എൻ്റെ ദേശം ഇവിടെ അല്ലാത്തത് കൊണ്ട് പ്രശ്നമേ, എൻ്റെ ദേശം ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ കരയാമായിരുന്നു. പക്ഷെ എൻ്റെ ദേശം ഇവിടെ അല്ല, പിന്നെ എവിടെയാ? എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എൻ്റെ അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും കൃപ. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വളഞ്ഞിടുമ്പോൾ. വിശ്വാസമാ പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വളഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഓ ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടൽ
കഴിവുള്ളോൻ പടകിലുണ്ട്. അവൻ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മളെ ദേശം ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മളെ പ്രശ്നം പ്രതിസന്ധികൾ കിടന്ന് പിടയ്ക്കാമായിരുന്നു. പിടയ്ക്കില്ലെന്നല്ല, പിടയിൽ വരും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്കൊരു പ്രത്യാശ വേണം. എന്നെ ഇന്ന് അടിച്ചാരെങ്കിലും കൊന്നാലും അല്ല, ഈ ഭൂമിയിൽ നിന്ന് ജീവൻ പോയാലും എൻ്റെ നാട് ഇവിടെ അല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടം വിട്ട് ടാറ്റ പറഞ്ഞ് ഞാൻ പോവും. സ്വത്രം എന്ന് പോയാലും സാരമില്ല. പക്ഷേ യേശുവിനെ പോലെ ആയി എൻ്റെ അപ്പൻ്റെ രാജ്യത്തിലാണ് ഞാൻ പോകുന്നത്. എനിക്കവിടെ ഒരു നാടുണ്ട്, അവിടെ നാടുണ്ട്. എനിക്കൊരു നാട് അവിടെ ഉണ്ട്. എനിക്കൊരു നാട് അവിടെ ഉണ്ട്. ഓ, എനിക്കൊരു നാടുണ്ട്. ഇന്നത്തെ കണ്ണീരില്ലാത്ത നാട്, ദുഃഖമില്ലാത്ത നാട്, വേദന ഇല്ലാത്ത നാട്, ഒറ്റപ്പെടുത്താത്ത നാട്, സമാധാനത്തിൻ്റെ നാട്, കുഞ്ഞാട് വിളക്കായിട്ടുള്ള നാട്. ഓ ജീസസ്, ഹല്ലേലൂയ. ഇവിടെ ഒരുപക്ഷെ തീച്ചൂളിലൂടെ ആയിരിക്കാൻ പോകുന്നത്. പക്ഷെ നീ പേടിക്കേണ്ട. നിനക്കൊരു ഭവനമുണ്ട്, നിനക്കൊരു നാടുണ്ട്, നിനക്കൊരു നാഥനുണ്ട്. ഓ, കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടി, കാത്തിരിക്കുകയാണ്. ഓ ജീസസ്, ജീസസ്, ജീസസ്. പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഇതൊന്നും കണ്ട് പേടിക്കല്ലേ. ഹല്ലേലൂയ. എൻ്റെ അപ്പം പറയുന്നു, മക്കളെ, മോളെ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഞാനും നീയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇടയ്ക്ക് കഷ്ടത വരും മക്കളെ. ഓ, എന്നിൽ നിന്നെയും പിരിക്കാൻ വേണ്ടി കഷ്ടത വരും. പക്ഷെ നീ ഞാനും പിരിയുന്നൊരു ബന്ധമല്ല നമ്മുടേത്. ഈ ലോകത്തിൻ്റെ കഷ്ടതയ്ക്ക് പിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധമാണ് ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം. ഓ, അടുത്ത വരി വായിച്ചേ. സങ്കടമോ സങ്കടമോ ഉപദ്രവമോ, ആര് ഉപദ്രവിച്ചോട്ടെ. ഉപദ്രവിക്കുന്നു അല്ലേ? ഒരുപാട് ഉപദ്രവം ഉണ്ടല്ലേ. ഈ ഉപദ്രവം ഇന്ന് മാറും, നാളെ മാറും, നോക്കും തോറും അത് വർദ്ധിക്കുകയാണല്ലേ. പേടിക്കല്ലേ. ഉപദ്രവത്തിൻ്റെ നടുവിൽ കണ്ണടച്ചാലും പേടിക്കണ്ട, അവിടെ വെച്ച് കാണും. പേടിക്കല്ല, അവിടെ വെച്ച്, എവിടെ വെച്ച്. എന്നാലും ക്രിസ്തുവിൽ നിന്നോളണം. എന്നാലും പതറല്ലേ, എന്നാലും പതറല്ലേ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സിസ്റ്ററിന് എന്തോ കുഴപ്പം പറ്റിയെന്നല്ല. ഞാൻ ധൈര്യപ്പെടുത്തുകയാണ്. ഞാൻ എന്തൊക്കെ ഉണ്ട് കാര്യങ്ങൾ ധൈര്യപ്പെടുത്തുകയാണ്. പതറല്ലേ, 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 പതറല്ലേ. പേടിക്കണ്ട, നീ പേടിക്കണ്ട, പേടിക്കണ്ട. യേശുവിനെ മുൾക്കിരീടം കൊടുത്ത ലോകമാണ്. യേശുവിൻ്റെ മക്കൾക്കും ഒരു നല്ല കിരീടമൊന്നും തരുമെന്നൊന്നും ചിന്തിക്കണ്ട. ചിലപ്പം മുള്ളിനേക്കാളും വലിയ സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചായിരിക്കും കിരീടം അടിച്ച് വെക്കുന്നത്. പേടിക്കണ്ട. ആ കിരീടം അടിക്കുന്നതിൻ്റെ കൂട്ടത്ത് നമ്മുടെ ജീവൻ പോകേണ്ടി വന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്. നീ അടിച്ചു കൊന്നോ, പക്ഷേ ഞാൻ അവിടെ ചെന്ന് കണ്ണു ഉറക്കും. ചുമ്മയല്ല ദൈവമക്കൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതും സ്നാനപ്പെട്ടതും അപ്പന് വേണ്ടി ജീവിക്കുന്നതും ചുമ്മയല്ല. ഓ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ അടിച്ചു കൊന്നില്ലെങ്കിൽ ഒരു ദിവസം, ആര് കൊന്നില്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ വിട്ടു പോകണം. ആമേൻ. ക്രിസ്തുവിനായിട്ട് നിന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പേടിക്കല്ലേ, തളരല്ലേ, പതറല്ലേ. സ്തോത്രം. എവിടെ വെച്ച് കാണണം? യേശുവിൻ്റെ അടുത്ത് നിന്ന് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണണം. അവിടെ പോലെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കഷ്ടതയ്ക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയത്തില്ല. അടുത്ത വരി. പട്ടിണിയോ നഗ്നതയോ. ചിലപ്പോൾ പട്ടിണി വരും. ഒറ്റ മനുഷ്യർ ഒരു ആഹാരം തന്നെന്നും തരുമെന്ന് വിചാരിച്ചവരും ചിലപ്പോൾ തന്നെന്ന് വരില്ല. പേടിക്കട്ടെ. ബൈബിളിൽ ഇതെല്ലാം ആദ്യം എഴുതിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ജനിക്കുമ്പോൾ എനിക്കുള്ളതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിനക്ക് ചിലപ്പോൾ തിന്നാനും തരൂലേ. പേടിക്കല്ലേ. ചിലപ്പോൾ അതിനെ പൂട്ടിയിടും. പേടിക്കല്ലേ. അവിടെ വച്ചാണ് കണ്ണടച്ചാൽ അവിടെ വെച്ച് കാണും. സ്വത്രം. ചിലപ്പോൾ പട്ടിണി. പേടിക്കല്ലേ. ഞാൻ നീ ദൈവത്തിൻ്റെ മക്കളാ. ഇതൊന്നും കണ്ട്, ഇതിനെ ഒന്നിനെയും കണ്ട് പേടിക്കേണ്ടതല്ല ഒരു ദൈവത്തിൻ്റെ ഭക്തൻ. ഇതൊന്നും കണ്ട് ദൈവമക്കൾ പേടിക്കുകയില്ല. സ്വത്രം. നമ്മളെ വിളിച്ച സ്വർഗത്തിലെ ദൈവം, നമ്മളെ തിരഞ്ഞെടുത്ത സ്വർഗത്തിലെ ദൈവം. ആരൊക്കെ എന്തൊക്കെ കുറ്റം വിധിച്ചോട്ടെ, നിന്നെ നീതീകരിച്ച ദൈവമെങ്കിൽ, നിന്നെ തിരഞ്ഞെടുത്ത ദൈവമെങ്കിൽ, നിനക്ക് ദൈവ അനുകൂലമെങ്കിൽ, സ്വർഗത്തിൽ യേശുവിനെ പോലെ ആക്കി നിന്നെ കൊണ്ടെത്തിക്കാൻ, ഈ ലോകം നിന്നെ സ്നേഹിക്കേണ്ട സ്ഥാനത്ത്
കീറിയ വിറക് വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ അടിച്ച് നിന്നെ കാത്തിക്കുന്നെങ്കിലും പേടിക്കല്ലേ. നീ ധൈര്യത്തോടെ പറ, ഇതിൻ്റെ അകത്തും എനിക്കൊരു പ്രത്യാശ ഉണ്ട്. ഈ പ്രത്യാശ ഇവിടെ തകരുന്ന പ്രത്യാശ അല്ല, ഇവിടെ ബോഡി തകരുമ്പോഴും തകരാത്ത നിത്യതയിലുള്ള പ്രത്യാശ. സ്തോത്രം. ആ പ്രത്യാശ ഉള്ളവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. അത് നമ്മുടെ ആരുടെയും ഹൃദയത്തിനകത്ത് നിന്ന് ഒരിക്കലും പോകാണ്ടിരിക്കട്ടെ. ജീസസ്. അടുത്ത വരി വായിച്ചേ. ആപത്തോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. മതി. ആപത്ത് വന്നാലും വാള് വന്നാലും ഇടപെടാതെ കൊല്ലുന്നു. അടുത്ത വരിയും കൂടെ. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വരി. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. അതിലൊക്കെയും ഈ മുകളിൽ കിടക്കുന്നില്ലേ, എന്തൊക്കെ പറഞ്ഞാൽ ഇതിലൊക്കെയും എന്താ ജയം പ്രാപിച്ചത്? ജയം പ്രാപിച്ചവൻ്റെ അകത്ത് ഞാൻ മരിച്ചിരിക്കുക, ഞാനല്ല, യേശു ജയിച്ചവനായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കണം. തൊട്ടടുത്ത വാക്യം കൂടെ. മരണത്തിനോ ജീവനോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ള ആരെ കേട്ടെടുക്കുന്നുണ്ട്? വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഞാനും എൻ്റെ യേശുവും തമ്മിലുള്ള ബന്ധത്തെ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല. എന്നെ എൻ്റെ യേശുവിനെ വേർപിരിക്കാൻ, നിങ്ങളെ യേശുവിനെ വേർപിരിക്കാൻ ഓ ആമേൻ. ഓ ജീസസ്. മുത്തിനാൽ നിർമ്മിതമായ ഒരു കൊട്ടാരം പണിത് കർത്താവ് കാത്തിരിക്കുകയാണ് മണവാട്ടിയെ കൊണ്ടുപോകാൻ. മുത്തിനാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാ മമ കൺകൾ പാരം കൊതിച്ചിടുന്നേ. വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവർ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. ഇന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു 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 ഞാൻ ചേർന്നിടുമോ. ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്താലും ഒരു മണവാട്ടി യേശുവിൻ്റെ കൂടെ, യേശുവിനെ നോക്കി ആ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അവൻ വളർന്ന് തക്ക സമയം വരെ കൂടെ നടന്നിട്ട് യേശുവിനെ പോലാക്കി സ്വർഗത്തിൽ ആ പൈതലിനെ എത്തിക്കും. മനസ്സിലായോ? പക്ഷെ അവിടെ അവർ ജീവിക്കുന്ന ആരില്ല? യേശുവിൽ. അവിടെ പതറുന്നുണ്ടോ? ഇങ്ങനെയുള്ള ലക്ഷോപലക്ഷം വിശുദ്ധന്മാർ നമ്മുടെ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള അനേകരുണ്ട്. ഒരാൾ പറയാൻ പാടില്ല. അത് ഒരാളല്ല, അനേകർ ഈ പള്ളിക്കകത്തുണ്ട്. അതുപോലെ ഓരോ പള്ളിക്കകത്തും അനേകരുണ്ട്. എന്നാൽ ഇങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് ആലയത്തിലല്ല നോക്കേണ്ടത്, നമുക്കറിഞ്ഞൂടെ ആരൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് നോക്കാൻ കൊള്ളാന്നുള്ള ഒരാളേ ഉള്ളൂ. അതത്രേ എനിക്ക് വേണ്ടി ജീവൻ വച്ച എൻ്റെ യേശു. അഥവാ ഞാൻ കർത്താവിനെ ആരാധിച്ചു, കണ്ടുമുട്ടി, മുന്നോട്ട് പോകുന്ന വഴിക്ക് പാപം ചെയ്തെന്ന് വെച്ചോ, നേരത്തെ വായിച്ചില്ലേ, എബ്രായർ ലേഖനം വായിച്ചില്ലേ, ഒടുക്കം അവസാനം എന്താവും? ഒന്നുകൂടെ വായിച്ചു പോയത് 10-ാം അധ്യായം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ, ഒറ്റ യാഗമില്ല, യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി. പിന്നെ കർത്താവ് കരുണ കാണിച്ചാൽ അതെല്ലാം കർത്താവിൻ്റെ കരുണ, നമുക്ക് അറിഞ്ഞുകൂടാ. എത്രയൊക്കെ മനസ്സിലായി പാപത്തിനെ പാപമായിട്ട് കാണാൻ? എത്രയൊക്കെ മനസ്സുണ്ട്? പിന്നെ കിടന്ന് പിടിച്ചിട്ട് എപ്പോഴും ക്ഷമിക്കും എന്ന് വിചാരിക്കും. കർത്താവിനെ അറിയാവോ? എനിക്കറിഞ്ഞൂടാ.
അടുത്ത വരി. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ശിക്ഷ സാധാരണ ശിക്ഷയല്ലെന്ന്, പിന്നെ എങ്ങനെ കഠിനം? അടുത്ത വരി. കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഞാൻ ഇന്നാൾ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഒരു ദിവസം, മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്ന പോലെ അല്ല, മനുഷ്യനിൽ ഈ ജീവനില്ല, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ഇനി എബ്രായർക്കുള്ള ലേഖനം സ്തോത്രം അവൻ്റെ 10-ാം അധ്യായം തന്നെ 12-ാം അധ്യായം അതിൻ്റെ 16-17 വായിച്ചേ, 15 മുതൽ വായിച്ചേ, അല്ലെങ്കിൽ 16 മുതൽ വായിച്ചു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു പൈതൽ വഴി വെച്ച് സ്ട്രക്കായാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കൂടെ കുറച്ച് ദിവസമൊക്കെ നടന്നു, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നടന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി പാവമെല്ലാം ക്ഷമിച്ചു, ഭയങ്കര വിടുതലൊക്കെ നടന്നു. പക്ഷെ വീണ്ടും ആള് തെറ്റിപ്പോയാൽ നേരത്തെ വചനം കേട്ടില്ലേ അത്. പിന്നെ ഇപ്പൊ വായിച്ച വചനം ഒന്നുകൂടെ വായിച്ചേ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച്. അവൻ പിന്നത്തേതിൽ എന്ത് പ്രാപിക്കാൻ ആഗ്രഹിച്ചു? അനുഗ്രഹം ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും ഒരുപാട് കരഞ്ഞു. പക്ഷേ അടുത്ത വരി, തള്ളപ്പെട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? കരഞ്ഞിട്ട് എന്ത് ചെയ്തു? ചേർത്തെന്നാണോ? പിന്നെ തള്ളിക്കളഞ്ഞു. ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ അതിന് മുമ്പ് ചെയ്ത ഒരു പാപം ചെയ്താൽ അതിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റി പറയുമ്പോൾ കർത്താവ് ക്ഷമിക്കും. പക്ഷെ അറിഞ്ഞ ശേഷം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഇതാണ് ആ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എപ്പോഴും ശ്രദ്ധിച്ചോളണം. ഇയാൾ അവസാനം തെറ്റ് ചെയ്തു പോയി, ആ തെറ്റിനെ അനുദപിച്ചുകൊണ്ട് കരഞ്ഞിട്ട് തെറ്റിന് കിട്ടിയെന്നാണോ, മാപ്പ് കിട്ടിയെന്നാണോ? വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ ആ വരി. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ? മതി അറിയുന്നുവല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ വചനം ഇങ്ങനെയാണ്. പക്ഷേ ഈ വചനം ഇങ്ങനെ പറയുന്നുവെങ്കിൽ ഞാൻ പറയാം, ആ കരുണയുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയോടെ നമുക്ക് വീണ് കിടന്നാൽ എൻ്റെ അപ്പം മനസ്സലിയുന്നവരെ എവിടെ കിടക്കാം? എവിടെ കിടക്കാം? വേറെ ഒന്നിനും രക്ഷയില്ല. നമ്മളാരും തെറ്റിപ്പോവില്ലേ? നമ്മളെ സാക്ഷ്യം പോയാൽ, നമ്മൾ തെറ്റിപ്പോയാൽ, നമ്മൾ വീണുപോയാൽ പിന്നെ ഒരു കാര്യവും പറഞ്ഞ് വചനം എടുത്ത് വെച്ചൊന്നും ഇതിനകത്തൊന്നും ഒരു കളിയും ഒറ്റ കളിക്കും പറ്റൂല. അയ്യോ, സാക്ഷ്യം പോയി. അതേസമയം യേശുവിനെ കണ്ടുമുട്ടും മുമ്പാണ് പ്രശ്നങ്ങൾ വന്നു, അവിടെ വെച്ച് കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ടു. അതിന് ശേഷമാണ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നത്തെ അവസ്ഥ ഭയാനകമാണ്. അന്ന് അറിവില്ലാതിരുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, അന്ന് ഞാൻ അറിവില്ലാതെ ചെയ്തതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. പക്ഷെ അറിഞ്ഞിട്ട് ചെയ്യുമ്പോഴോ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ഓരോ സെക്കൻഡും കർത്താവിൽ നിറഞ്ഞ് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നൊരു മുഖമേ ഉള്ളൂ, അത് യേശുവിൻ്റെ. അഥവാ ഇപ്പോൾ ഒരാൾ തെറ്റിപ്പോയെന്നിരിക്കട്ടെ, അത്ര ഒരു കുറ്റം കണ്ടെന്നിരിക്കട്ടെ, ശ്രദ്ധിച്ച് കേട്ടെ, എനിക്ക് അവരെ വിധിക്കാനുള്ള ഇതുണ്ടോ? എന്തുകൊണ്ടോ വിധിക്കാനില്ലാത്ത? എനിക്ക് പറ്റുന്ന ഒരേ ഒരു കാര്യം പറയാം, എൻ്റെ മരണം വരെ അവരോട് പറയാം, സഹോദരി യേശുവിനായിട്ട് ജീവിതം മുട്ടുമടക്ക്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ആ ജീവിതത്തിൽ എന്ത് കുറവ് വന്നാലും ഇത് മാത്രമേ ശാലിനി സിസ്റ്ററിൽ വരൂ. അതേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും ഒരു ദൈവ പൈതലിൻ്റെ അകത്ത്. നിങ്ങൾക്ക് മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി?
ഒരു തെറ്റൊരാൾ കണ്ടു, സിസ്റ്ററിന് വിധിക്കാനുള്ള അധികാരം ഉണ്ടോ? വിധി ആരുടെ കയ്യിൽ? പിന്നെ എന്ത് ചെയ്യാം? എനിക്ക് എൻ്റെ ജീവൻ പോകുന്നത് വരെ ഓരോരുത്തരോട് എന്ത് ചെയ്യാം? പറയാം. പാപം ഏറ്റുപറഞ്ഞ്, കുറവ് ഏറ്റുപറഞ്ഞ്, ഇനിയെങ്കിലും യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് വീണ് കിടന്നാൽ കർത്താവ് മനസ്സലിയും. ആ പുണ്യാകരക്തത്തിൻ്റെ അടുക്ക വന്നാൽ, സ്വത്രം, ആ പുണ്യാകരക്തത്തിൻ്റെ അടുക്കൽ വന്നാൽ ഒരു വിടുതലുണ്ട്. ഇപ്പോൾ വായിച്ച എബ്രായർക്ക് ലേഖനം അതിൻ്റെ അടുത്ത വാക്യത്തിൽ സ്വത്രം കിടക്കുകയാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ് കൂരിട്ട് കൊടുങ്കാറ്റ് കാകളനാഥം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതെന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകരായി 1000 ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ആരുടെ അടുത്താ? യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കൽ. ആ രക്തത്തിന് വിടുവിക്കാൻ ശക്തിയുണ്ട്. ഏത് കുടുംബാവിയെയും പാപത്തെ പോക്കി ഒരു വിശുദ്ധ പൈതലാക്കാൻ ഈ പുണ്യാഹ രക്തത്തിന് ശക്തിയുണ്ട്. നമ്മുടെ അടുത്ത് വന്ന ആരുടെ അടുക്കൽ? അപ്പോൾ ഒരാൾ വീണുപോയാൽ അവരെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള എല്ലാ യോഗ്യത ഉണ്ടോ നമുക്ക്? നിനക്ക് ഇങ്ങനെ തന്നെ വരും. ഒറ്റ എണ്ണം പറയല്ലേ നമ്മൾ വിധിക്കുക. പിന്നെ എന്ത് പറയാം? അവരെ അവസാനം വരെ സ്നേഹിക്കാനേ വേദപുസ്തകം പറയുന്നുള്ളൂ. ഏത് കുറ്റവാളി, ഏത് കള്ളൻ, ഏത് കള്ളം പറഞ്ഞു മോഷ്ടിച്ചു, ഇപ്പോഴും മോഷണം ഒന്ന് വെച്ചോ, അയാളെ വെറുക്കാൻ വേദപുസ്തകം പറയുന്നില്ല. അയാളെ മരണം വരെ ആരൊക്കെ പറയാറുണ്ട്? നമുക്ക് പറഞ്ഞൂടാ, ആക്കെ പറഞ്ഞൂടാ. ഒരു ദൈവത്തിൻ്റെ വായിന്ന് ഇത് വരാമോ? നമ്മളതിൻ്റെ അപ്പുറത്ത് കിടന്നവരല്ലേ പണ്ട്? അവിടെ നിന്ന് യേശു എല്ലാം ക്ഷമിച്ചല്ലേ, രക്തം കൊണ്ട് കഴുകി അപ്പൻ്റെ കൂടെ നടക്കാൻ നമ്മളെ വിളിച്ചത്, വിശുദ്ധൻ്റെ കൂടെ നടക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ അവരെ കുറ്റം വിധിക്കാനുള്ള യോഗ്യത നമുക്കില്ല. ന്യായവിധി ആരുടെ കയ്യിൽ? പിന്നെ അവരെ മരണം വരെ, എൻ്റെ മരണം വരെ എനിക്ക് എന്ത് ചെയ്യാം? സ്നേഹിക്കാൻ പൈസ കൊടുക്കണ്ടല്ലോ, മരണം വരെ. പിന്നെ സ്നേഹത്തോടെ അവരോട് എന്ത് ചെയ്യാം? അവരിന്ന് തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നേക്കാളും സ്നേഹത്തോടെ എന്ത് ചെയ്യാം? പിന്നെ എന്ത് ചെയ്യാം? യേശുവിൻ്റെ സുവിശേഷം അവരോട് പറയാം, കരുണയ്ക്കായി യാചിക്കാൻ പറയാം. കർത്താവ് കരുണ കാണിച്ചാൽ ഒരു വിടുതൽ ഉണ്ട്. കരുണ കാണിച്ചാൽ ഒരു വിടുതൽ. അതേസമയം ഞാൻ നിങ്ങൾ ഒരിക്കലും ആരുടെയും അടുക്ക പോയി എന്ത് കോരി തട്ടരുത്. സിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടത്, എന്ത് കോരി തട്ടരുത്. നമുക്കാരെയും വിധിക്കാനുള്ള ഇത് ഇല്ല. നമുക്കവരെ അനുഗ്രഹിക്കാൻ മാത്രമേ തന്നിട്ടുള്ളൂ. അവസാനം വരെ സ്നേഹിക്കാൻ മാത്രം, നമ്മൾ എത്ര ഉപദ്രവിച്ചാൽ അവരെ സ്നേഹിക്കാൻ മാത്രമേ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അവസാനം വരെ യേശു നമ്മൾ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഇതാണ് എൻ്റെ ഈ അകത്ത് വരേണ്ടത്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യരല്ല നോക്കേണ്ടത്. എബ്രായർ 12:2 ഒന്നുകൂടെ വായിച്ചേ. വായിച്ചേ എബ്രായർ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. എന്തുകൊണ്ടാണ്? 1-2 കാര്യം പറഞ്ഞ് സമയമായി, ഞാൻ നിർത്തും. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാണ് യേശുവിനെ മാത്രം നോക്കാൻ പറഞ്ഞത്? ഞാൻ ആദ്യം പറഞ്ഞു എന്നെ നോക്കരുതെന്ന് പറയാൻ കാരണം എന്താ, നിങ്ങളെ നോക്കരുതെന്ന് പറയാൻ കാരണം എന്താ? ലോകത്തിൽ ഒരുപാട് വിശുദ്ധന്മാരായ ദൈവവേലക്കാരുണ്ടെന്ന്, എന്നാൽ ആ പാപം ചെയ്യുന്നവരും ഉണ്ട്. ഒരുപാട് വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവ മക്കളുണ്ട്. പക്ഷേ വിശുദ്ധി ഇല്ലാതെ പള്ളിയിലും പോയി സകല പാപം ചെയ്യുന്നവരും ഉണ്ട്. സ്വത്രം പാപത്തെ ജയിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ക്രൂശിന്മേൽ ആ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ആണിയടിക്കപ്പെട്ട് കർത്താവിൻ്റെ തിരുവചനം പ്രസംഗിച്ച് നാൾക്കുനാൾ തന്നെത്താൻ ത്യജിച്ച് യേശുവിനെ ഉയർത്തുന്ന അഭിഷേകമുള്ള ദൈവദാസന്മാരും ദൈവദാസിമാരും ഒരുപാട് പേരുണ്ട്. അതുപോലെ തങ്ങളെ തന്നെ താഴ്ത്തി ഒരു ശുശ്രൂഷ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അനേകായിരം വിശുദ്ധന്മാർ, വിശുദ്ധ ദൈവമക്കൾ, ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് സഹോദരിമാർ ഭൂമിയുടെ 5 വൻകരകളും വിശുദ്ധിയോടെ രാപകൽ ആരാധിച്ചപ്പനെ കാത്തിരിക്കുന്ന ഒരുപാട് മണവാട്ടി വർഗമുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ എത്ര വചനം കേട്ടിട്ടും കീറാത്ത കീറാമുട്ടികളും എല്ലാ പാവവും പച്ചവെള്ളം പോലെ കുടിക്കുന്നവരും, എത്ര വചനം കേട്ടിട്ട് കണ്ണു തുറക്കാത്തവരും, മൃഗം പോലെ കീറുന്നവരും, ചവിട്ടി ഉരുട്ടുന്നവരും,
തകർക്കുന്നവരും ക്രൂരമായി ക്രൂരത കാണിക്കുന്നവരും ലോകത്തിലുള്ളത് കൊണ്ടും എനിക്ക് നിങ്ങൾക്ക് അവരെ കാണാനുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടും യേശു പറഞ്ഞു, നീ ആരെ നോക്കണ്ട, എന്നെ മാത്രം നോക്ക്. എന്തുകൊണ്ടാണ് ആ വരിയെന്ന് പറഞ്ഞ് വരികയാ? നീ വേറെ ആരെയും നിന്നെ തെറ്റിച്ച് കളയവര്. നീ അതുകൊണ്ട് തെറ്റിക്കാത്ത എന്നെ മാത്രം. എൻ്റെ രാജ്യത്തിൽ വരണമെങ്കിൽ തെറ്റിക്കാത്ത ഒരുവനേ ഉള്ളൂ, സത്യം പറഞ്ഞിരുന്ന ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്നെ ശ്രദ്ധിച്ചു നോക്ക്. നമുക്ക് ചോദിക്കാം, യേശുപ്പച്ച അങ്ങ് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചല്ലേ ആദം, പിന്നെ ആദമിനെ നോക്കിയ പോരെ? കർത്താവ് പറയും, ആദമോ? ആദമിനെ നോക്കാനോ? നീ ആദമിനെ നോക്കിയാൽ അവൻ നഗ്നനെന്ന് കണ്ട് അത്തിയില കൂട്ടി തുന്നി ഒളിച്ചതുപോലെ നീയും അത്തിയില കൂട്ടി തുന്നി ആളുകളെ മുമ്പേ ഭക്തിയുടെ വേഷം ധരിച്ച് ഗ്ലോറി 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 പ്രൈസ് സ്വോത്രം പറഞ്ഞിട്ട് ആളുകളില്ലാത്തപ്പോൾ നീ തോന്നുന്ന പോലെയൊക്കെ നടന്ന് അത്തിയില വെച്ചുകൊണ്ട് നടക്കും. സ്വോത്രം. അതുകൊണ്ട് നീ ആരെ നോക്കണ്ട? നീ ആരെ നോക്കണ്ട? ആദവനെ. അപ്പം നോക്കാം, ഹൗവയെ നോക്കട്ടെ കർത്താവേ. കർത്താവ് പറയും, പഴം പറിച്ചു തരും. നീ അവളെ നോക്കി ചിലപ്പോൾ നിനക്കും കൂടെ പഴം പറിച്ച് തരും, നീ നോക്കരുത്. അപ്പം നമുക്ക് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കർത്താവേ, യേശപ്പ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് ദൈവം വിളിച്ച് വേർതിരിച്ച് അബ്രഹാമില്ലേ, ഞാൻ അയാളെ നോക്കട്ടാ? കർത്താവ് പറയും, നീ അയാളെ നോക്കല്ലേ. സ്വന്തം ഭാര്യയെ കൊണ്ട് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നീ എൻ്റെ ഭാര്യ എന്ന് ഇവിടെ പറയില്ലെന്ന് പറഞ്ഞവനാണ് ആര്? അതുകൊണ്ട് നീ ആരെ നോക്കല്ലേ? ആരെ നോക്കല്ലേ? അപ്പോൾ ഇസാക്കിനെ ചോദിക്കാം, ഇസാക്കോ ഈയുടെ അപ്പൻ്റെ അതേ സ്വഭാവം അവനും ഉണ്ടെന്ന്. നീ അവനെയും നോക്ക്. അപ്പം ഞാൻ ചോദിക്കാം, കർത്താവ് അങ്ങനെയാണെങ്കിൽ യാക്കോബിനെ നോക്കട്ടാ? അപ്പം ദൈവം പറയും, നീ യാക്കോബിനെ നോക്കരുത്. യാക്കോബിനെ ഒരിക്കലും അവൻ്റെ കാര്യം നിനക്ക് അറിയല്ലേ, പറഞ്ഞു തരണ്ടല്ലോ. നീ എന്ത് ചെയ്യല്ലേ? യാക്കോബിനെ നീ നോക്കല്ലേ? അപ്പം നമുക്ക് ചോദിക്കാം, കർത്താവേ അങ്ങനെയെങ്കിൽ മോശം നോക്കട്ടെ? വേണ്ട. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? സ്തോത്രം. അപ്പം ഞാൻ ചോദിക്കാം, കർത്താവേ അങ്ങയുടെ ഹൃദയപ്രകാരം പറഞ്ഞ ദാവീദിനെ നോക്കട്ടെ അപ്പാ? ശരി, എന്ത് ചെയ്യല്ലേ? നോക്കല്ലേ? പിന്നെ ആരെ മാത്രം നോക്കണം? നോക്കാൻ യോഗ്യതയുള്ള, നോക്കാൻ പറയാൻ, നോക്കാൻ ചിന്തിക്കാൻ യോഗ്യതയുള്ള ഒരുവനേ ഉള്ളൂ. അതത്രേ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 12-ന്റെ-6, എന്നാൽ ദൈവത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട്. അതാര്? യേശു ക്രിസ്തു. മത്തായി 12:41, നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ടു, മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. സ്വോത്രം. മത്തായി 12:42, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയുടെ ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. മത്തായി 18:1, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർ. മത്തായി 18:4, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ. മത്തായി 21:11, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ശുശ്രൂഷക്കാരനാകണം. ഏറ്റവും വലിയവൻ ശുശ്രൂഷക്കാരനായി ഈ ഭൂമിയിൽ വന്ന യേശു പറഞ്ഞു, മോളെ നീ മനുഷ്യനെ നോക്കല്ലേ. സ്വത്രമേ, ആരിലേക്ക് നോക്കുക? പറ, ആരിലേക്ക് നോക്കുക? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിലേക്ക് നോക്കുക. നീ മനുഷ്യനിലേക്ക് നോക്കിയാൽ വീഴും, ആരിലേക്ക് നോക്കിയാൽ നീ വീഴും. പക്ഷേ ആലയത്തെക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, ദേവാലയത്തെക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, പ്രവാചകനേക്കാൾ വലിയവൻ, യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, സകലത്തേക്കാൾ വലിയവൻ. അത് യേശു ക്രിസ്തു മാത്രം. ആ യേശു ക്രിസ്തുവിനെ, ആ യേശുവിനെ മാത്രം എനിക്ക് നിങ്ങൾക്ക് നോക്കാനാണ് കർത്താവ് പറഞ്ഞത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. ആ കർത്താവിനെ മാത്രം നമുക്ക് നോക്കാം. ആ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ നല്ല ഇടയനാകുന്ന യേശുവിനെ നോക്ക്. അവനെ നോക്കുന്ന ആരും തകർന്നു പോകത്തില്ല. അന്ത്യം വരെ അവരെ നടത്തുവാൻ ഈ ദൈവം വിശ്വസനാണ്. മനുഷ്യൻ കൈമടക്കും, ലോകം കൈമടക്കും, പ്രിയപ്പെട്ടവർ കൈമടക്കും, നാട്ടുകാർ കൈമടക്കും, അവരെല്ലാം അകന്ന് മാറിപ്പോകും. പ്രിയപ്പെട്ടവരെല്ലാം വഴിയിൽ വെച്ച് ഉപേക്ഷിക്കും. സ്നേഹിതർ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കും.
ഞാൻ പറയാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവ് ഒറ്റപ്പെടുത്തി നിന്നെ വഴി വെച്ച് ഉപേക്ഷിക്കും. ഭാര്യ ഒറ്റപ്പെടുത്തി നിന്നെ വഴി വെച്ച് ഉപേക്ഷിക്കും. നിന്റെ മക്കൾ ഉപദ്രവിച്ച് തള്ളി പുറത്താക്കും. നിന്റെ പ്രിയപ്പെട്ടവർ നീ പൊയ്ക്കോ എന്ന് പറയും. നിന്റെ കൂട്ടുകാർ പറയും, ഇങ്ങനൊരു കൂട്ടുകാരൻ എനിക്കില്ലെന്ന് പറയും. എന്നാൽ യേശു പറയും, നിന്നെ ഞാൻ കളയത്തില്ല. നീ എൻ്റെ മുത്തത്രേ, എന്നെ മുഴുവനും കൊടുത്ത് ഞാൻ നിന്നെ വാങ്ങി. നിന്നെ തള്ളിക്കളയാൻ എനിക്ക് കഴിയത്തില്ല. മകനെ, മകളെ, നിന്നെ തള്ളിക്കളയത്തൊരു ദൈവം, അതിരുകളില്ലാതെ പരിധിയില്ലാതെ സ്നേഹിക്കുന്നൊരു ദൈവം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, യാതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകൾ ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞപ്പാ, ഇതാ ഞാൻ എന്നെ തരുന്നു. കർത്താവേ, ആഴമേറിയ തിരുവചനം തന്നു. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമാകുന്ന യേശുവിനെ നോക്കുക. അവൻ്റെ മുൻപിൽ വെച്ചിരുന്ന ഓട്ടം കർത്താവ് തികച്ചവൻ ഒരാളെ ഉള്ളൂ. പാപമില്ലാത്ത ഒരാളെ ഉള്ളൂ. നമുക്ക് നോക്കി യാത്ര ചെയ്യാൻ ഒരാളെ ഉള്ളൂ. കണ്ണുനീരൊപ്പാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ. വിശുദ്ധൻ ഒരാളെ ഉള്ളൂ. പാവത്തിൽ ജനിക്കാത്ത ഒരാളെ ഉള്ളൂ. കർത്താവ് പറയുന്നു, മക്കളെ എന്നെ നോക്ക്. ഓ, യേശുവിനെ നോക്കി ഓടുന്ന ഒരു പൈതലും ഞാൻ പറയാം, തകരൂല, വീടില്ല, നഷ്ടപ്പെട്ടു പോകൂല, നശിപ്പിക്കാൻ കഴിയത്തില്ല. അവർ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവർ കൂടെ നടക്കും. ആ പരിജ്ഞാന തലങ്ങളിൽ ഓ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് അപ്പച്ചനാണെങ്കിൽ എങ്ങനെ, ഓ അപ്പച്ചനാണെങ്കിൽ ഇവിടെ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ ഇടപെടും, എങ്ങനെ നോക്കും, എങ്ങനെയായിരിക്കും യാത്ര ചെയ്യുക, അത് നോക്കും. യേശുപ്പ, ഞാൻ അങ്ങയുടെ കൂടെ നടക്കാൻ ഇത്ര നാളായി നടക്കുകയാണപ്പ. പക്ഷെ വീട് പോകാതിരിപ്പാൻ ഇതുവരെ നടത്തിയത് അപ്പന്റെ സ്നേഹം, ആ കൃപ. ഇനിയും അന്ത്യം വരെ വീഴാതെ ഓടുവാൻ കർത്താവേ, അവിടുത്തെ കൃപ എനിക്ക് വേണം. എനിക്ക് കൃപ വേണം. വിശുദ്ധിയോടെ ഓടണം. ഓ, പാവമില്ലാതെ ഓടണം. പാവമില്ലാത്ത യേശുവിനെ മാത്രം നോക്കണം. ഞാൻ മനുഷ്യനെ നോക്കിയാൽ അവർ പള്ളി വന്നില്ലെങ്കിൽ ഞാനും പള്ളി വരില്ല. അവരെ നോക്കിയാൽ അവർ പിന്മാറും, ഞാനും പിന്മാറും. കർത്താവെ, അവരെ നോക്കിയാൽ അവർ പാവം ചെയ്യുന്ന കാണുമ്പോൾ ഞാനും പാവം ചെയ്യും, അല്ലെങ്കിൽ പിന്മാറും. ലോകത്തെ നോക്കിയാൽ എനിക്ക് പറ്റൂല. പക്ഷെ ഞാൻ യേശുവിനെ നോക്കിയാൽ എനിക്ക് പിന്മാറാൻ പറ്റില്ല. ഞാൻ അന്ത്യം വരെ എൻ്റെ അപ്പൻ എന്നെ കരുതിക്കൊള്ളും. എൻ്റെ അപ്പൻ എന്നെ നോക്കിക്കൊള്ളും. എൻ്റെ വീട്ടിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്, സാരമില്ല. അതിനകത്തൂടെ കൊണ്ടുപോകുമ്പോഴും ഇതൊന്നും ദൈവം കാണാതെ അല്ല. ഓ, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. അവിടെ ഇവനെ അറിയുന്ന, എന്റെ ഹൃദയത്തെ അറിയുന്ന, എന്റെ കരുതിലൊപ്പുന്ന തക്ക സമയമാകുമ്പോൾ എൻ്റെ വീട്ടിനകത്തുള്ള എല്ലാ പ്രതികൂലം മാറ്റി അതിനെല്ലാം ഉടച്ച് എത്തിക്കുന്നതിന് ദൈവം, ആ ദൈവത്തിൽ ഞാൻ നോക്കുന്നു. ആരൊക്കെ പറയും? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക.